റോബോട്ടിക് സർജറിയുടെ ഏറ്റവും വലിയ ഒരു ഗുണങ്ങളിലൊന്നാണ് നമ്മുടെ നെഞ്ചും കൂടിനകത്തുള്ള ഓപ്പറേഷൻ. അതെ, കാരണം ലങ്ങിലുള്ള എല്ലാം, അതെ, അതെ, ചെസ്റ്റിലുള്ള അതെ, തൊറാസിക് സർജറീസ് അതെ. എല്ലാം. സാധാരണ ഓപ്പൺ സർജറിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് നമുക്കൊരു ഫിക്സഡ് സ്പേസേ ഉള്ളൂ. നമുക്ക് വാരിയലിനകത്തുള്ള സ്പേസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ തുറന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. റോബോട്ടിക് സർജറി ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ താക്കോൽ ദ്വാരങ്ങൾ, സാധാരണ താക്കോൽ ദ്വാര സർജറിയേക്കാളും ചെറിയ ചെറിയ സുഷിരങ്ങൾ കൊണ്ടാണ് റോബോട്ടിക് സർജറിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പൊ അത്രയും ചെറിയ ഇതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി വളരെ മികവുറ്റ രീതിയിൽ നമുക്കത് കണ്ടുകൊണ്ട് നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റും. ഇതും ഒരു 3D ഡെപ്തിൽ കാണാമോ? 3D ഡെപ്തിൽ കാണാൻ പറ്റും. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നെഞ്ചുകൂടിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടുണ്ട്. ഹാർട്ടിലേക്ക് വരുന്ന വലിയ വലിയ രക്തധമനികളുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു എററിന് ചാൻസ് ഇല്ല. ഇൻസ്ട്രുമെന്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുകയും അങ്ങനെ വലിയ പേഷ്യന്റ് അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും റോബോട്ടിക് ഇൻസ്ട്രുമെന്റ്സ് വളരെ കൃത്യതയോടുകൂടി മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. സർജന് ഇഷ്ടമുള്ള രീതിയിൽ ആ ഇൻസ്ട്രുമെന്റ്സിനെ മൂവ് ചെയ്യിക്കാനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർജറി കംപ്ലീറ്റ് ചെയ്യാനും പറ്റാറുണ്ട്.